ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഹന ആൻഡ് ഷർമീസ് വ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിലും എഫ് ബിയിലും എൻ്റെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ലൈക്സും ഒക്കെ എനിക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊതിച്ചോറാണ്. ഹസ്ബൻഡിന് ഞാനിന്ന് ഉച്ചയ്ക്ക് റെഡിയാക്കി കൊടുത്തയച്ച ഊണിൻ്റെ വീഡിയോ. ഞാനിതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം. അപ്പോൾ വീഡിയോ സെറ്റ് ചെയ്തപ്പോൾ എനിക്കതൊരു സൈഡ് കോർണറിലായിപ്പോയി. സെറ്റ് ചെയ്തൊന്നും പരിചയമില്ലാത്തതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അത് ഇലയിൽ എല്ലാം ചോറിൻ്റെ പുറത്ത് ഇങ്ങനെ എല്ലാ കറികളും വയ്ക്കുന്നത് പുള്ളിക്കാരന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഓരോന്നും സെപ്പറേറ്റാണ് അപ്പോൾ ഇലയിൽ പൊതിഞ്ഞ് വെച്ചത്. അപ്പോൾ ആദ്യത്തേത് ക്യാരറ്റ് തോരനായിരുന്നേ. രണ്ടാമത്തത് മെഴുക്ക് പുരട്ടിയാണ്. അതായത് 3 ടൈപ്പ് വെജിറ്റബിൾസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക. 3 കൂടി എളുപ്പമാണ്. 3 കൂടി ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, ഇത്രയും മാത്രം മെഴുക്ക് പുരട്ടി. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെയുള്ളത് ഞാൻ കിഴങ്ങ് ഉടച്ചതായിരുന്നു. കിഴങ്ങെന്ന് പറയുമ്പം കപ്പ ഉടച്ചതാണ്. ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ കിഴങ്ങെന്നും കപ്പയെന്നും മരിച്ചീനെന്നും എല്ലാ ടൈപ്പിലും പറയും. അപ്പോൾ അത് ഉടച്ചത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ച് ഉടച്ച കിഴങ്ങ്, അത് അങ്ങനെ 3ആയി. ഇനി ഒരു കറി കൂടിയുണ്ട്, അതാണ് മുട്ട വഴറ്റിയത്. അതായത് ഉള്ളിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് മുട്ട നടുവേ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്തൊന്ന് വഴറ്റി എടുത്തു. അത്രയേ ഉള്ളൂ. അപ്പം ഇതിത്രയുമാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച്. പിന്നെ കറി ഞാൻ എടുക്കാൻ മറന്നുപോയി, ഒഴിച്ചുകറി ഞാൻ എടുക്കാൻ മറന്നുപോയി. രസവും തൈരുമായിരുന്നു. അത് ഞാൻ വീഡിയോ ധൃതിയിലൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഈ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കിതയ്ക്കുന്നത് എനിക്ക് ഈ അലർജി കൊണ്ട് നല്ല തുമ്മലുണ്ടായിരുന്നു, അതിൽ പറ്റുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. തുമ്മി മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻസ്റ്റയിലായാലും എഫ് ബിയിലായാലും യൂട്യൂബിലായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നെ കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഊർജം കൂട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.